ഇന്ത്യക്ക് ഇത് പിന്നെ വല്ലാതെ അനുകൂലമാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നമ്മളിതുപോലെ കിവീസിനെതിരെ സ്വന്തം മണ്ണിലൊരു വൈറ്റ് വാഷ് വാങ്ങിയ ടീമാണ്. നമ്മൾ റാങ്ക് ടേണർ പിച്ചൊരുക്കി, സ്പിന്നിന് അനുകൂലമാകുന്ന പിച്ചൊരുക്കി, ഇതൊക്കെ ചെയ്തിട്ട് അതേ കുടിയിൽ നമ്മൾ വീടുന്നാണ് കണ്ടത്. അപ്പോൾ അതുപോലെ കേശവ മഹാരാജ് അതെ, അതാണ് പറയാൻ വരുന്നത്. ഇപ്പോൾ കേശവ മഹാരാജിനെ പോലെ ഇപ്പം നിലവിൽ ലോക ക്രിക്കറ്റിൽ രവീന്ദ്ര ജഡേജയ്ക്ക് മുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ പേരിന് വെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ത്യക്ക് കുൽദീപ് യാദവ് ഉണ്ട്. എന്തായാലും 3 സ്പിന്നർമാരെ കൊണ്ടാണല്ലോ നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. വാഷിംഗ്ടൺ സുന്ദറിനെയും രവീന്ദ്ര ജഡേജയും കുൽദീപ് യാദവും കൊണ്ടാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അതേപോലെ തന്നെ അവിടെ പിന്നെ കേശവ മഹാരാജും അതുപോലെ തന്നെ മുത്തുസ്വാമി, അദ്ദേഹം ഒരു ഇന്ത്യക്കാർ, 2 ഇന്ത്യൻ വംശജരെ കൊണ്ടാണ് അവർ ഇറങ്ങാൻ പോകുന്നത്. അതുപോലെ തന്നെ ഹാമറും. ഈ മുത്തുസ്വാമി പിന്നെ പാകിസ്ഥാനിൽ 6 വിക്കറ്റൊക്കെ എടുത്ത് ചില മത്സരങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ചില മിന്നലാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ കണ്ടീഷനിൽ അവർ എങ്ങനെയാണ് പിന്നെ കളിക്കേണ്ടത് എന്ന് സ്വാഭാവികമായിട്ട് അവർ പഠിക്കും. സമീപകാലത്തൊക്കെ അവർ നേരിട്ടിട്ടുള്ള പരാജയങ്ങളൊക്കെ അവർ മറന്നു കളയും. 2019 വടങ്ങിയിട്ടുള്ള തോൽവി മറന്നു കളയും. കാരണം ഒരു 5 വർഷത്തിൻ്റെ ഇടവേളയുണ്ടല്ലോ അതിനിടക്ക്. അതിനുശേഷം ദക്ഷിണാഫ്രിക്കയെ ആകെ മാറിയിട്ടുണ്ട്. ചോക്കേഴ്സ് എന്ന് വിളിച്ചിരുന്നവർ കഴിഞ്ഞ വർഷമാണ് ലോർഡ്സിൽ അവരുടെ ചരിത്രത്തിൽ ആദ്യത്തെ ICC ട്രോഫി നേടുന്നത്. പിന്നെ ആ ടീമിലെ ഇന്ത്യൻ കണ്ടീഷൻസ് അറിയുന്ന ഒരുപടി താരങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ടെസ്റ്റ് കളിച്ച ഒരു 8ഓളം ഇപ്പോഴത്തെ ദക്ഷിണാഫ്രിക്ക നിലവിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 8 താരങ്ങൾ ഇന്ത്യയിൽ ഇതുവരെ ഒരു ടെസ്റ്റ് മത്സരം കളിച്ചിട്ടില്ല എന്നൊന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ അവരിലെ യുവതാരങ്ങൾ അടക്കമുള്ള താരങ്ങൾക്ക് ഇന്ത്യൻ കണ്ടീഷൻസ് അറിയാം. IPL കളിച്ച കുറേ മനുഷ്യരുണ്ട്. റിയാൻ റിക്കിൾട്ടൺ ഉണ്ട്, കോർബിൻ ബോഷ് ഉണ്ട്, ബ്രവിസ് ഉണ്ട്. ഇവരൊക്കെ ഈ ടീമിലുണ്ട് എന്നുള്ളതാണ്. ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് പുതുമുഖങ്ങൾ ഏറെയുള്ളൊരു ടീം. അവർ പിന്നെ ഇന്ത്യൻ കണ്ടീഷൻസ് നന്നായി അറിയുന്ന കുറേ ആളുകളുള്ളൊരു ടീം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന വലിയൊരു പരമ്പരയാണ് ഇന്ത്യയിലെ സ്പിൻ കണ്ടീഷൻ. പ്രത്യേകിച്ച് ഈ കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പിന്നെ പൊതുവേ ഇന്ത്യയുടെ പിന്നെ ഈ ഈഡൻ ഗാർഡൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പിന്നെ പേസ് ഫ്രണ്ട്ലി ആയ ഒരു പിച്ചാണത്. പക്ഷേ ഒരു 3-ാം ദിവസം ആകുമ്പോഴേക്കൊക്കെ ആ പിച്ചിൻ്റെ സ്വഭാവം മാറി. അത് പിന്നെ കുറച്ചുകൂടി സ്പിന്നിനെ അനുകൂലമായി കുറച്ചുകൂടി ടേൺ ചെയ്യുന്ന പിച്ചായി മാറുന്നു എന്ന രീതിയിലായിരുന്നു നമ്മൾ ഇതുവരെയുള്ള ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ടോസ് കിട്ടുന്ന പിന്നെ ടീം ബാറ്റിംഗ് തിരഞ്ഞെടുക്കും. എന്നിട്ട് അവരാദ്യം പിന്നെ സ്കോർ ചെയ്ത് അതിനുശേഷം പിന്നെ കണ്ടീഷൻസ് മാറുന്നതോടുകൂടി അനുകൂലമാകും. അതെ, വല്ലാതെ അനുകൂലമായി പോകും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇന്ത്യക്കാണ് എപ്പോഴും ഈ ഇന്ത്യൻ മണ്ണിലായതുകൊണ്ട്, ഇന്ത്യൻ കണ്ടീഷനിലായതുകൊണ്ട് മേൽക്കൈ. പക്ഷേ അവിടെ നമുക്ക് പിന്നെ എടുത്തള്ളാൻ കഴിയാത്ത കുറേയധികം പേരുകളുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് എന്നുള്ളതാണ്.